നല്ലതായിരുന്നു. ഞാൻ നാലഞ്ച് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ പഴയതുപോലെ അത്ര ഓളം ഇല്ല. എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ഈ വട്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇവിടുത്തെ കുറച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇപ്പൊ ഇല്ല. നേരത്തെ ഇവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ആൾക്കാർ കുറഞ്ഞു, വൈബ് പോയി. അതെ അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ IFFK എക്സ്പീരിയൻസ് ഈ വർഷത്തെ? കൊള്ളായിരുന്നു. ഞങ്ങളൊരു പടം കൊണ്ടാണ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറച്ച് സ്പെഷ്യലായിരുന്നു. ഏതാ മൂവി? ഏതാ? കാമദേവ നക്ഷത്രം കണ്ടു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, പോസിറ്റീവ് റിവ്യൂ എല്ലായിടത്തും കിട്ടുമ്പോഴത്തേക്കും കുറച്ച് സന്തോഷം കൂടുന്നുണ്ട്. മറ്റേ IFFKയിൽ നിന്ന് സാധാരണ ഡെലിഗേറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഈ പ്രാവശ്യം നമ്മളൊരു പടം കൊണ്ട് വരുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത എപ്പോഴും കൊള്ളാം. ഞാനൊരു 3 വർഷമായിട്ട് കണ്ടിന്യൂസ് വരുന്നുണ്ട്. കാസർഗോഡാണ്. കഴിഞ്ഞ വട്ടമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു IFFK ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷം കുറച്ചും കൂടെ പ്രശ്നങ്ങൾ കുറവാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ എല്ലാവർക്കും ടിക്കറ്റിന് അധികം പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല. മാത്രമല്ല എല്ലാവർക്കും സിനിമ കാണാൻ പറ്റുന്നുണ്ട്. അൺറിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കയറാൻ പറ്റുന്നവർ തോന്നുന്നുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചും കൂടെ പ്രോബ്ലമാറ്റിക് ആയിരുന്നു. ഈ പ്രാവശ്യം കൊള്ളാം. ഹലോ, നമസ്കാരം. ഞാൻ അങ്കിത വിനോദ്, ഒരു ആക്ട്രസ്സാണ്. ഇന്ന് എൻ്റെ മൂവി മായമയുടെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അത് കാണാനാണ് വന്നത്. ടു ബി ഫ്രാങ്ക്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ IFFK എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വന്നിട്ട് അവർ ലൈക്ക് വാവ്. ശരിക്കും ഈ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാംസൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിലും ഇത് വേറൊരു ലെവലാണ്. കാരണം സിനിമ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന എത്രയോ കണക്കിന് ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഫുൾ സിനിമയാണ് എല്ലായിടത്തും. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പൊതുവേ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്രാവശ്യം കുറച്ചുകൂടി നല്ല മാനേജബിൾ ആയിട്ട് തോന്നി. കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ട മൂവീസിനൊക്കെ കയറാൻ പറ്റി. ഈവൻ അൺറിസർവ്ഡ് ക്യൂ വലുതാണെങ്കിൽ പോലും ദേ മാനേജ് ടു ലൈക്ക് മേക്ക് എ സെറ്റ് ഉണ്ടായിരുന്നു. അതൊരു വലിയ പോയിന്റാണ്. ഞാൻ 6 ഇയേഴ്സായിട്ട് IFFKക്ക് വരുന്നുണ്ട്. ഐ കൈൻഡ് ഓഫ് ലൈക്ഡ് ഇറ്റ്. പിന്നെ ഇപ്രാവശ്യം ഇൻ്റർനാഷണൽ മൂവീസിൻ്റെ ഒരു എന്താ പറയുക, നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. കുറേ മൂവീസ് ഭയങ്കര കണ്ടന്റ് ആയിട്ട് തോന്നി. പിന്നെ ലോങ് ടൈം ഇംപ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഐ എം സ്റ്റിൽ സെർച്ചിങ് ഫോർ ദാറ്റ് വൺ മൂവി. ഏതിനായിരിക്കും ഫസ്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള? ഇല്ല, അത് ഞാൻ പറയില്ല. ഞാൻ ഇപ്പോഴും പ്രോസസ്സിലാണ്. ഞാനും 1-2 ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് അനോറയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അതുപോലെ ഞാൻ ഇപ്പോഴും മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിവേ ഫസ്റ്റ് അടിക്കുന്ന ഡിസേർവിങ് പടം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വർഷം ഞാൻ ഇന്നാണ് ഇപ്പോൾ IFFKക്ക് വരുന്നത്. എനിക്ക് ഇതിന് മുന്നത്തെ ഡേയ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ അതൊക്കെ വെച്ച് നല്ല എക്സ്പീരിയൻസ് ആണ് IFFK. ഒരു ഫെസ്റ്റീവ് മൂഡാണ്, ഒരു ഫിലിം ലവേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ. നല്ല രീതിയിൽ നല്ലതാണ്. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാം, മൂവീസ് കാണാം. നമ്മൾ അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് കാണാത്ത മൂവീസ് നമ്മളിവിടെ തിയേറ്ററിൽ ഇരുന്ന് കാണും. അത് ഇഷ്ടമാണ്. നല്ലതായിരുന്നു. ഞങ്ങളിപ്പോൾ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. റിയലി നൈസ്. ഭയങ്കര എനർജറ്റിക്. എല്ലാവരും കാണാൻ നൈസ്, ഹാപ്പി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യം. കുറച്ച് നല്ല പടങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണോ വരുന്നത് അതോ? അല്ലല്ല, നമ്മൾ 4 വർഷമായിട്ട് വരുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു? വർഷങ്ങൾ കഴിയുന്തോറും അത്ര ഓളമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപേക്ഷിച്ച് ഇവിടെ ഇപ്പോൾ സ്റ്റേജ് ഇല്ലാത്തത് ഭയങ്കര പ്രശ്നമാണ്. ആ മാനവീയത വരെ എന്തായാലും നമ്മൾ പോകില്ല. കൺജസ്റ്റഡ് സ്പേസ് ആണ്. പക്ഷേ അത്ര ഓളമില്ല, എന്നാലും കൊള്ളാം. നല്ല പടങ്ങളെ കണ്ട്. ഞാൻ കുറേ വർഷമായിട്ട് വന്നിട്ട് ഞാനൊരു 10 വർഷത്തിന് ശേഷം പടം ആദ്യമായിട്ട് വരുന്നത്. അതും ഇതായിട്ട് വളരെ വളരെ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നാമത് കാരണം ഇപ്പോൾ വർണ്ണപ്പൈട്ടകളായുള്ള ചെറിയ ചെറിയ കുട്ടികളും പിന്നെ സ്റ്റുഡൻസും എല്ലാം കൂടെയുള്ള ഭയങ്കര ജഗപകയാണ്. പണ്ടത്തെ അത്ര ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ പണ്ടത്തേക്കാൾ കൂടുതൽ ആളതിനെ കൊണ്ട് തിയേറ്ററിൽ കയറാൻ പറ്റുന്നില്ല. ടിക്കറ്റ് പാസ് കിട്ടാനില്ല എന്നുള്ളതാണ് പ്രധാന. അതിൻ്റെ ഒരു പരിഹാരം കൂടെ ഇവർ ചെയ്തിട്ടാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് പടം സ്വസ്ഥമായിട്ട് കാണാമെന്നുണ്ടായിരുന്നു. ഏതാ ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും? ഞാൻ അങ്ങനെ കണ്ടമാനം പടമൊന്നും കണ്ടില്ല. കുറച്ച് കത്താവുന്ന പടങ്ങളെ കണ്ടുള്ളൂ. അതിലിപ്പം കണ്ടൊരു അമേരിക്കൻ പടം, ഞാൻ കണ്ടൊരു അമേരിക്കൻ, അങ്ങനെ കുറച്ചൊന്നും പടങ്ങളെ ഞാൻ കണ്ടുള്ളൂ. കണ്ടതിൽ ഇപ്പം ഒരു 4 കണ്ടതിൽ 3 അത് 4 കണ്ടതിൽ 3 പടം വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഫസ്റ്റ് IFFK ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മൂവി റിലീസ് ആവുക, അതിന് നല്ല രീതിയിലുള്ള റെസ്പോൺസ് വരാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. ഇവിടെ കുറേ സിനിമ പ്രേമികളെ കാണാൻ പറ്റി. എത്രയോ പേരെ ഒരുപാട് പടങ്ങൾ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. IFFK എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ 3-4 വർഷത്തെ IFFK ആണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക വൈബാണ്. നമ്മുടെ ഒരുപാട് ആളുകൾ, ഒരുപാട് കൾച്ചർ, ഒരുപാട് സ്ഥലങ്ങളിൽ വന്നു ചേരുന്നു. ഒപ്പം ഫിലിം എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഫിലിം മാത്രം ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അതുപോലെ മെൻ്റൽ ഹെൽത്തിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടുന്നൊരു സ്പേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ ഇവിടെ നിന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ സിനിമയിൽ നിന്ന് ഈ വർഷം ഏത് സിനിമയ്ക്കായിരിക്കും
ഫസ്റ്റ് അടിക്കുക എന്നുള്ളത്? ഇല്ല, ഞാൻ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ മൂവീസ് കണ്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ചില ചുരുക്കം മൂവീസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഏതാണ് ബ്രോയ്ക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടപ്പോൾ എനിക്ക് വളരെ നല്ലൊരു മൂവിയായി തോന്നുന്നു. നല്ലൊരു കൺസെപ്റ്റ്, നല്ലതായിട്ട് അവർ ആശയം കൺവേ ചെയ്തു. IFFK എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പറയണേ, എന്നെ പോലൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ ചിത്രങ്ങളെ കാണാനും വിലയിരുത്താനും സാധാരണ അറിയാമല്ലോ, ഇങ്ങനെയുള്ള സിനിമകളൊന്നും OTT പ്ലാറ്റ്ഫോമിലായാലും നോർമലി ഒന്നും റിലീസായി വരാറില്ല. അപ്പം IFFK എന്ന് പറഞ്ഞ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ, പല രാജ്യങ്ങളിലുള്ള സിനിമകൾ കാണാനും പല ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻസ്, ആ സെഷൻസ് വളരെ ഉപകരിക്കുന്നുണ്ട് IFFK. അത് മാത്രമല്ല, നമ്മുടെ IFFKയിൽ ആൾറെഡി മീറ്റ് ദ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ആക്ച്വലി നമുക്ക് ഡയറക്ടേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാം, ഒരുപാട് ഡയറക്ടേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. പിന്നെ ഇപ്പം നമ്മളിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രണയിനികൾ, ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ മൂവിൻ്റെ ഡയറക്ടറിൻ്റെ ആ ഒരു ഇൻട്രോയിൽ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഗസ്റ്റിൻ്റെ സ്ഥാനത്തിരുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാണ് അവർ പുള്ളിക്കാരൻ സംസാരിച്ചങ്ങനെ. അപ്പോൾ അത് പുതുവരുന്ന ഒരു തലമുറയ്ക്ക് ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ്. ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് നാളെ ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ IFFK ബേസിക്കലി ഞാൻ നോക്കിക്കാണുന്നത് ഇത് ഈസ് എ ലേണിംഗ് പ്ലാറ്റ്ഫോം. എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ഓക്കെ, ഇല്ലെന്നല്ല. പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ, പിന്നെ എന്താ പറയുക, ഒരു സമാന്തര സിനിമ, ഒരു എക്സ്പീരിയൻസ്. എപ്പോഴും നമുക്ക് സമാന്തര സിനിമ എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇയർലി ഒരിക്കൽ കിട്ടുന്ന സമാന്തര സിനിമ എക്സ്പീരിയൻസിനെ മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം കാണാൻ ശ്രമിക്കുക, പറ്റുന്നിടത്തോളം സിനിമ കാണാൻ ശ്രമിക്കുക. പിന്നെ തിരക്ക് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, എല്ലാ മീഡിയസിനും അറിയുന്ന പോലെ നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. ഡെലിഗേറ്റുകൾ ഇപ്പം ലാസ്റ്റ് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫെമിനിസ്റ്റ് ഫാത്തിമ കാണാൻ വേണ്ടി ലാസ്റ്റ് ഞാൻ സ്റ്റെപ്പിലിരുന്നിട്ടാണ്, ടാഗോറിലെ സ്റ്റെപ്പിലിരുന്നിട്ടാണ് ലാസ്റ്റ് കണ്ടത്. സീറ്റ് കിട്ടാനില്ല, നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്ക് പല സിനിമകളും അങ്ങനെ പോകുന്നു. നല്ല 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 ഒരുപാട് സിനിമകൾ IFFKയിൽ വരുന്നുണ്ട്. ഇത് തുടർന്നും എല്ലാ IFFKയിലും പങ്കെടുക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. IFFK ഒരുപാട് കാലമായിട്ട് വരുന്നതാണ്. ജസ്റ്റ് ഒരു മീറ്റിംഗ് ആണ്, ഒരുപാട് ഫ്രണ്ട്സ് വരുന്നതാണ്. അങ്ങനെ എങ്ങനെയുണ്ട് ഈ വർഷത്തെ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ IFFK എക്സ്പീരിയൻസ്? കുഴപ്പമൊന്നുമില്ല, ആർട്ട് വർക്ക്സ് ഒക്കെ നല്ലതാണ്. മലപ്പുറം. എങ്ങനെയുണ്ട്? ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത് കൂടുതലായിട്ട്? ഇല്ല, അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കറങ്ങാവുന്നുള്ളൂ, മൂവി ഫോക്കസ് ചെയ്യും. അത് എൻ്റെ ഫസ്റ്റ് IFFK ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ ഉണ്ട്. അപ്പോൾ കുറേ നല്ല പടങ്ങൾ കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ IFFKയിൽ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൂവീസ് കൂടുതലാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ കുറേ വേൾഡ് സിനിമ കുറേ നന്നായിട്ട് കാണാൻ പറ്റി. സിനിമകൾ നീ ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ ക്യാപ്പ് കൊള്ളാം. പിന്നെ അനോറ നൈസായിരുന്നു. പിന്നെ മീറ്റിംഗ് വിത്ത് ദ പോൾ പ്ലോട്ട് ഭയങ്കര കിടിലൻ ഒരു പടമായിരുന്നു. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം വന്ന് നല്ല എക്സ്പീരിയൻസ്, എല്ലാം നല്ല പടം കണ്ടെല്ലാം നല്ല പടമായിരുന്നു. നല്ല എൻവയോൺമെൻറ്റൊക്കെ നല്ല എൻവയോൺമെൻറ്റാണ്. ബ്രോ ഏത് പടത്തിന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? ഫസ്റ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്? ഇപ്പോൾ പറയണത് ഒപ്പീനിയൻ വെച്ച് മീമറിയായിരിക്കും, എല്ലാവരും പറയണ അനുസരിച്ച് അങ്ങനെയാണ്.